ഹായ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലേ ഇതെന്താണെന്ന്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു അൺബോക്സിങ് ചെയ്തിട്ട് വരാം. പേര് കൊള്ളാം, തണ്ടർ എയർ പിസ്റ്റൾ. പെല്ലറ്റ് ഒരു പാക്കറ്റ് ഉണ്ട്. ഇത് കൊള്ളാം. ഗണ്ണിടാനായിട്ടുള്ള ഒരു പൗച്ചുണ്ട്. പോലീസാണ്. കൊള്ളാം ഗൈസ്. സൗണ്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. സൂപ്പറാണ് കേട്ടോ. പൗച്ചൊന്ന് നോക്കാം. പൗച്ച് കൊള്ളാം കേട്ടോ. സൂപ്പർ പൗച്ചാ. പക്ഷെ ഇങ്ങനെ വെച്ച് കാണാം. കൊള്ളാം കാണാം. സൂപ്പറാ. ഓപ്പറേറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ നല്ല ഇത് ഹാർഡാണ്. ഇവിടെ ഇങ്ങനെ മടക്കിയിട്ട് ഇത് കണ്ട കാണാവോന്നറിയത്തില്ല. ഈ ഹോളിലോട്ട് പെല്ലറ്റ് ഇടണം. പെല്ലറ്റ് ഇട്ടിട്ട് ഇങ്ങനെ ചെയ്തിട്ട് അപ്പം ലോഡായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാവുന്നതാണ്. നല്ല പവറുണ്ട്. അത്യാവശ്യം പുകയൊക്കെ പോകുന്നതായിട്ട് തോന്നുന്നു. ഈ എയർ പിസ്റ്റോൾ GSR 991 എന്ന കാറ്റഗറി വരുന്നതുകൊണ്ട് തന്നെ ഇതിന് ലൈസൻസിൻ്റെ ആവശ്യമില്ല യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഇത് 177 കാലിബർ എയർ പിസ്റ്റോളാണ്. നല്ല ഇച്ചിരി ഹാർഡാണ് കേട്ടോ. ഇച്ചിരി ബലത്തെ ഇത് ചെയ്താലേ ലോഡാകത്തുള്ളൂ. ചെറിയ ബുള്ളറ്റാണ് ഇതിൽ വരുന്നത്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ലോഡ് ചെയ്തിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ജെർക്ക് വലിയായിട്ട് അറിയത്തില്ല, വെയിറ്റ് ഉള്ളതുകൊണ്ട്. അപ്പോൾ എയിം തെറ്റത്തില്ല. ഇത് ഏകദേശം 10 മീറ്റർ ആണ് ഇത് ആക്യുറേറ്റ് ആയിട്ട് കൊള്ളുന്ന ഒരു റേഞ്ച്. അപ്പോൾ നമുക്ക് ഇതിൽ പെല്ലറ്റ് ഇട്ടൊന്ന് ജസ്റ്റ് ഔട്ട്ഡോർ പോയി ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഒരു 4 പെപ്സിയുടെ ക്യാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് ഗണ്ണൊന്ന് ലോഡ് ചെയ്യാം. ഇതാണ് പെല്ലറ്റ്, ചെറിയ പെല്ലറ്റാണ്. 177 കാലിബറാണ്. ലോഡായിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റ് അതാണ്. അതിലൊന്ന് ഷൂട്ട് ചെയ്യാൻ നോക്കാം. ഫ്രണ്ട്സ്, നമ്മൾ വെടിവെച്ചിട്ട് ഇത്ര ദൂരത്ത് നിന്ന് വെടിവെച്ചിട്ട് കൊള്ളുന്നില്ല. നമുക്ക് അത്ര ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ഇല്ലാത്ത കാരണമായിരിക്കും. കുറച്ചും കൂടെ ഒന്ന് അടുത്ത് നിന്നിട്ട് ഒരു 5 മീറ്റർ അകലെ നിന്നിട്ടൊന്ന് വെടിവെച്ച് നോക്കാം. ഒടുക്കത്തെ പവറാണ്. നമ്മൾ ആദ്യം വെടിവെച്ച് സൂപ്പർ പവറിലായിരുന്നു, ബ്ലാസ്റ്റ് ആയിരുന്നു. പക്ഷെ അതിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ കിട്ടിയില്ല. നമുക്ക് ഒരെണ്ണം കൂടെ ഒന്ന് വെടിവെച്ച് നോക്കാം. നല്ല ഒടുക്കത്തെ വെടിയായിരുന്നു. നമ്മളിപ്പോൾ ഒരു 5-6
വട്ടം വെടി വെച്ചിട്ട് ലാസ്റ്റ് വണ്ണ കൊള്ളുന്നില്ല കേട്ടോ. ഇനി ഇച്ചിരിയും കൂടെ അടുത്ത് വെച്ചിട്ടൊന്ന് വെടി വെക്കാം. ഒരു 20-25 വട്ടം ഷൂട്ട് ചെയ്തിട്ടാണ് 4 കൊള്ളിച്ചത്. അത്യാവശ്യം നല്ല പവറുള്ള ഗണ്ണാണ്. നമുക്ക് ഏകദേശം ഞാനൊരു 10 മീറ്റർ നിന്നിട്ട് കൊള്ളുന്നേ ഇല്ലായിരുന്നു. സാറേ കാഞ്ചിന്ന് കൈയെടുക്കണേ, ആകാശത്ത് വെച്ച അവസാനം എന്റെ നെഞ്ചി കൊള്ളും. അത് കാരണം ഏകദേശം ഒരു 6-7 മീറ്റർ ദൂരത്തിൽ നിന്നാണ് പിന്നെ ബാക്കിയെല്ലാം കൊള്ളിച്ചത്. അതൊരു 25-30 വട്ടം കണ്ട് ഷൂട്ട് ചെയ്തിട്ടാണ് കൊണ്ടത് 4 പിന്നെ മൊബൈലിൽ സ്ലോ മോഷൻ എടുക്കാൻ നോക്കിയിട്ട് തീരെ പോരായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ DSLR-ലാണ് സ്ലോ മോഷൻ വീഡിയോ 2 എടുത്തത്. ബാക്കി ഞാൻ ഷൂട്ട് ചെയ്യുന്നത് മൊബൈലിലും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് ബൈ. ജെല്ല മൊത്തം തെറിച്ച് അതല്ല, അത് നേരത്തെയാ. ഇതായിരിക്കും ഇതുകൂടെ. ഇത് പൊട്ടി തുറന്നു പോയി കേട്ടോ. ഊട്ടക്കൂടെ തെറിച്ചിട്ടൊക്കെ കൊള്ളുന്നില്ല. കേട്ടോ നോക്കാം.